പുരോഗമന കലാസാഹിത്യ സംഘവും മുപ്പത്തടം സാംസ്കാരിക കേന്ദ്രവും ചേർന്ന് EMSന്റെ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ സെമിനാറുകൾ സംഘടിപ്പിച്ചു. മുപ്പത്തടം സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം VP മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. MA ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PS അഷിത സ്വാഗതം പറഞ്ഞു. CA സീമ EMS അനുസ്മരണം നടത്തി. EMSന്റെ ധൈഷ്ണിക ലോകം എന്ന വിഷയം പ്രൊഫസർ ES സതീശനും കേരള വികസന പഠന കോൺഗ്രസും EMSും എന്ന വിഷയം PA ജയലാലും അവതരിപ്പിച്ചു. നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അനീന വിൻസെൻ്റ്, BSc CME പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അലോക് നാഥ് MS എന്നിവരെ ആദരിച്ചു. VM പ്രഭാകരൻ, കൂടൽ ശോഭൻ, BK അബ്ദുറഹിമാൻ, SS മധു, VR അരുന്ധതി എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾ, തർക്കങ്ങൾ, എതിരഭിപ്രായങ്ങൾ, സംശയങ്ങൾ, ആശങ്കകൾ, ഉത്കണ്ഠകളൊക്കെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളെക്കുറിച്ച്, ഇടതുപക്ഷ സർക്കാരുകളെക്കുറിച്ച് പലരും ഉന്നയിക്കാറുണ്ട്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പുരോഗമന സർക്കാരുകൾ കേരളത്തിൽ നിലനിന്നിട്ടുള്ളത്. അത്തരം പരിമിതികളെ മുഴുവനും മറികടക്കാമെന്നോ കേരളത്തെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാക്കി മാറ്റാമെന്നോ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വപ്നം സഫലമാക്കാമെന്നോ ഉള്ള വ്യാമോഹത്തിന് പുറത്തല്ല ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അത് EMS വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ ഞങ്ങളാൽ ആവും വിധം പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ്. അത്തരമൊരു പരിമിതി കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ആധുനിക സമൂഹം എന്ന നിലയിൽ കേരളം പരിവർത്തനം ചെയ്യപ്പെടണമെങ്കിൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ദർശനങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കി മാറ്റാൻ കഴിയുക? ജാതിദ്വേഷവും മതദ്വേഷവും ഇല്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിൻ്റെ പ്രായോഗികമായ പ്രവർത്തനമാണ്, രൂപരേഖയാണ് EMS മന്ത്രിസഭ മുന്നോട്ട് വെച്ചത്. അത് പ്രാഥമികമായി ഏറ്റവും പ്രധാനമായും ഊന്നിയത് ഭൂമിയുടെ മേലുള്ള അവകാശത്തിനാണ്. ഭൗതിക സ്വത്തിനെ തൊട്ടല്ലാതെ, ഉൽപാദന സാമ്പത്തിക വിതരണത്തിൽ തൊട്ടുകൊണ്ടല്ലാതെ സമൂഹത്തിന്റെ ചരിത്രത്തെ ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലുള്ള ദുരിതം, അവരുടെ കഷ്ടപ്പാട് അവസാനിക്കണമെങ്കിൽ അവർക്ക് അധികാരമുണ്ടാവണം എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമല്ലോ. അധികാരം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അധികാരമല്ല, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള അധികാരം ഉണ്ടാവണം. ഭൂമിയുടെ മേൽ അവകാശമാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഭാവനാത്മകമായി ആലോചിച്ചുറച്ചുകൊണ്ടാണ് ഒരു മാസ്റ്റർ പ്ലാൻ ആ മന്ത്രിസഭ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് 15 ഏക്കറായി നിജപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രിസഭ ആ പ്രപ്പോസൽ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ ജന്മി നാടുവാഴുത്ത പ്രമാണിമാർ വല്ലാതെ വിരളി കൊള്ളുകയും സർക്കാരിനെതിരെ അതിഭയങ്കരമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്യണം. കുടികിടപ്പുകാരെന്ന് പറഞ്ഞ്, അടിമകളെന്ന് പറഞ്ഞ് ഒക്കെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന
ആളുകൾക്ക് ഭൂമി കൊടുക്കേണ്ടി വരിക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്ത മുഖ്യ പ്രഭാഷണം നടത്തിയ മാർക്കോസ് മാഷ്, സംഗീതരായിട്ടുള്ള മറ്റ് പ്രഗത്ഭര വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഖാവ് EMSൻ്റെ പല മുഖങ്ങളിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് ഊന്നിക്കൊണ്ട് മാഷോട് സംസാരിച്ചു. ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അദ്ദേഹം മുഖ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. നഷ്ടപ്പെട്ടു പോകുന്ന കാലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചിലതൊക്കെ അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം വളരെ കുറച്ച് സമയമെടുത്ത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സംസാരിക്കും. ലോക ജീവിതത്തിൽ, ലോകത്തെ എല്ലാ സംസ്കാരങ്ങളിലും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയമായിട്ടും സാമൂഹിക ജീവിതത്തിൽ ബുദ്ധിപരമായും ചിന്തയുടെ ലോകത്തും അതേപോലെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ ചലനം സൃഷ്ടിച്ച ഒരാശയമായിരുന്നു എന്നല്ല ആണ് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന മാർക്സും ലെനിനും ചേർന്ന് രൂപപ്പെടുത്തിയ സമൂഹ മാറ്റത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ഉന്നതമായ രാഷ്ട്രീയ ദർശനം. കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം ശക്തമായിട്ടുണ്ടായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ഞാൻ EMS എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഊന്നിയെന്ന് സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ തന്നെ അവസ്ഥയിൽ EMSൻ്റെ പ്രഭാവത്തിൻ്റെ ഒരു മേഖല അദ്ദേഹം സാംസ്കാരികമായും ധിഷണാപരമായാണ് ചിന്താലോകത്തും പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കേരളത്തിൽ എന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ചിന്താമേഖലയെ പുഷ്കരമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ മുൻകാലത്തും ലോകത്ത് ചിന്തയുടെ മേഖലയിൽ നടന്ന ഉന്നതമായ വിപ്ലവങ്ങളാണ്. അതുവരെ ലോകത്തെ സമൂഹ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ, ചിന്താമേഖലയിലെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം നൽകിയിരുന്നത് മറ്റ് ചില രീതിശാസ്ത്രങ്ങളായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം ലോക ജീവിതത്തെ, ചിന്താമണ്ഡലത്തെ മാറ്റിമറിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി സമൂഹ മാറ്റത്തിന് തടസ്സം നിൽക്കുന്ന വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, ഞാനൊരു 7 മിനിറ്റ് കൊണ്ട് പ്രബന്ധം പോയിന്റുകളായിട്ട് അവതരിപ്പിക്കും. ആദ്യം തന്നെ ഒരു ആമുഖമായി പറയാനുള്ളത്, എന്നേക്കാളും കഴിവുള്ള ആളുകളെല്ലാം എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അവരുടെ മുമ്പിലാണ് എൻ്റെ ഒരു പ്രബന്ധം ആദ്യമായി അവതരിപ്പിക്കുന്നത്. 2025 കണ്ണൂരിൽ വെച്ച് നടന്ന 5ാമത് AKG പഠന കേന്ദ്രം നടത്തിയ പഠന കോൺഗ്രസ്സിൽ 360ഓളം പ്രബന്ധങ്ങൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിലൊരു പ്രബന്ധം അവതരിപ്പിക്കാനൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇവിടെ VM പ്രഭാകരൻ, അബൂബക്കർ പല പഠന കോൺഗ്രസ്സിലെല്ലാം പങ്കെടുത്ത് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ഭാഗ്യം എനിക്കൊരു വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. 3 ദിവസം നീണ്ടു നിന്ന ആ പരിപാടിയിൽ 360 പ്രബന്ധങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. 6000 പേര് പങ്കെടുത്തു. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് 6000-ഓളം പേര് പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് ഒരു പ്രബന്ധം എനിക്ക് അവതരിക്കാൻ അവസരമുണ്ടായി. പഠന
കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ 1994 ആദ്യത്തെ പഠന കോൺഗ്രസ് EMS നമ്പൂതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. ഞാൻ പോയിന്റുകളിലേക്ക് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ഇടതുപക്ഷമാണ് എക്കാലത്തും അധികാര വികേന്ദ്രീകരണത്തിന് നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനം. ഒരർത്ഥത്തിൽ 1957 പ്രഥമ EMS കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടങ്ങിവെച്ചതും വിമോചന സമരം അട്ടിമറിച്ചതുമായ ഒരു ആദർശത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ജനീയാസൂത്രണം.